ഹേ ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയ്ക്ക് അതോട് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ രേണുവിന് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനാസ്പദമായ തെളിവുകളൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്തു. ഇന്ന് ക്യാൻസർ അല്ല എന്ന് അതിനാസ്പദമായ തെളിവ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം രേണു സുധിയുടെ സുഹൃത്തും തന്നെയാണ്. അവരുടെ തന്നെ കയ്യിൽ നിന്ന് വീണ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നത്. പക്ഷേ അതിലൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലോട്ട് നമുക്ക് വരാം. പോരാത്തതിന് ഇന്നലെ രേണുവിൻ്റെ ഒരു ലൈവ് കാണാനിടയായി. ആ ലൈവിനകത്തും കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ലൈവ് ലാസ്റ്റിലോട്ട് വെക്കാം. ഇപ്പം എന്താണെങ്കിലും അവരുടെ ആ ഒരു തെളിവ് അല്ലെങ്കിൽ ആ ഒരു അവരായിട്ട് തന്നെ ആളുകളുടെ ഇടയിലോട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖമില്ല എന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു സാധനത്തിലോട്ട് കടന്നു ചെല്ലാം. ആദ്യം ഈ ഒരു കൂട്ടുകാരി രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ താഴെ ഒരാ വ്യക്തി വന്ന് കമന്റ് ഇടാണ്. ചേച്ചി ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടു, സത്യമാണോ? ചേച്ചി അത് അല്ലെന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം, റിപ്ലൈ ഒന്ന് തരണേ. ഇതാണ് ആ ഒരു മെസ്സേജ്. അതിന് RJ ലച്ചു, അതായത് ഈ രേണുവിന്റെ കൂടെ നടക്കുന്ന ഡയറക്ടർ കം ഫ്രണ്ട് കം സിസ്റ്റർ, ആ ഒരു പുള്ളിക്കാരി പറയാണ്, സത്യമല്ലടോ. അപ്പോൾ രേണുവിന് ക്യാൻസർ ആണ്, ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സജിന വ്ലോഗ്സ്, RJ ലച്ചു അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുമായിട്ട് അത്ര കട്ട കമ്പനിയായിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഇനിയിപ്പം ഇവരറിഞ്ഞുകൊണ്ട് പബ്ലിക് ആക്കണ്ടെന്ന് കരുതി ഈ വർക്കും കാര്യങ്ങളൊക്കെ കുറേയും കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ഭയം വിചാരിച്ച് മറച്ചു വെച്ചതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പോട്ടെ. അതല്ലാതെ വേറൊരു കമന്റ് ഇന്നലത്തെ വീഡിയോന്റെ താഴെ തന്നെ വീഡിയോകളുടെ ഒരു വീഡിയോന്റെ താഴെയല്ല, പല വീഡിയോകളുടെ താഴെയായിട്ട് വന്ന കമന്റുകളാണ്. ക്യാൻസർ നാടകം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു സ്മൈലി. അതിന്റെ താഴെ ഈ RJ ലച്ചു തന്നെ പോയിട്ട് കമന്റ് ഇടുന്നുണ്ട്, എവിടെയാടാ മൈരെ, നിന്റെ മുന്നിൽ നാടകം കളിച്ചോടാ. അതായത് രേണു ഈ സാധനത്തിലില്ല. പുള്ളിക്കാരി സ്വന്തം വാ തുറന്നിട്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ആണ് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രേണുവിന് ക്യാൻസർ ആണ്, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമ്മളാണ് അനുവദിച്ച് പറയുന്നത്. അല്ലാതെ പുള്ളിക്കാരി എവിടെ വന്നിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതിനകത്തോട്ട് നമുക്ക് വരാം. ഇനി ഒരാൾ കമന്റ് ഇടാണ്. ഈ കമന്റിന് രേണു തന്നെയാണ് നേരിട്ട് മറുപടി കൊടുക്കുന്നത്. ഒരു പനി വന്നാൽ മനുഷ്യനാകെ തകർന്ന്, ഇവൾക്കൊരു കുരുവുമില്ല, ഇവളുടെ അസുഖം വേറെയാണ്. ഇന്നലെ അവരുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റാണ്. അപ്പൊ ഈ രേണു സുധി ആ സ്ത്രീക്ക് നേരിട്ട് കമന്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞോടി മറ്റവളെ, എനിക്ക് കുരു ആണെന്ന്. സോ പുള്ളിക്കാരി എവിടെയും പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരാണ് അത് പറഞ്ഞതെന്ന് വീണ്ടുമാണ് ഇവർ തെളിയിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കാണിച്ചത് ഒരു അബദ്ധമാണ്. ഇപ്പോൾ ഈ ഒരു ഓഡിയോസും കാര്യങ്ങളും പുറത്തുവിട്ട ഷെഫീനത്താരുടെ ചാനൽ ഉൾപ്പെടെ അത് റിയാക്ട് ചെയ്ത എൻ്റെ ചാനൽ വരെ കുറ്റക്കാരാണ്. കാരണം ഇവരായിട്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ഇവരായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഇവരായിട്ട് റിലേറ്റ് ചെയ്ത ആരെങ്കിലുമൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് വരെ നമ്മളാരും സംസാരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നമ്മളത് സംസാരിച്ചതിന് ശേഷം ഇപ്പം നമ്മളാണ് കൊടിച്ചിപ്പട്ടികൾ, ഇവർക്ക് എഗൻസ്റ്റ് കുറയ്ക്കുന്ന കാര്യം. ഇതൊക്കെ അവർ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട്. ആ ഒരു ലൈവിന്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ക്യാൻസർ ന്യൂസ് സത്യമാണോ എന്നൊരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതിന്റെ താഴെ എന്ത് സത്യം, ഉടായ്പ്, റീച്ച് കിട്ടാൻ വേണ്ടി വട്ടുഭ്രാന്ത്, ഇതാണ് ഇവർ പറഞ്ഞു നടക്കുന്ന ക്യാൻസർ. ഇവർക്ക് എന്ത് സത്യം, ഉടായ്പ്, റീച്ച് കിട്ടാൻ വേണ്ടി വട്ടുഭ്രാന്ത്, അതാണ് ഇവർ പറഞ്ഞു നടക്കുന്ന ക്യാൻസർ ഇവർക്ക്. അങ്ങനെയാണ് ഒരാൾ കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ ആ കമന്റിന് രേണു കൊടുത്ത മറുപടിയാണ് ഹൈലൈറ്റ്. മറ്റവളെ, ഞാൻ പറഞ്ഞോടി എനിക്ക് അസുഖമാണെന്ന്. അതായത് രേണു പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരാണ് പറഞ്ഞത്. രേണുവിന് അങ്ങനെ ഒരു സാധനം ഇല്ല. റീച്ച് കിട്ടാൻ പറഞ്ഞ അവള് ആ ശവന്തീനികളോട് ചെന്ന് പറ കോപ്പേ. അതായത് രേണുവിന്റെ പേര് വെച്ചിട്ട് നമ്മൾ റീച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ഏതോ രീതിയിൽ കാര്യങ്ങൾ പുറത്തേക്കാക്കി. അപ്പൊ ഇത് രേണുവിനോട് ചെന്ന് പറയേണ്ട കാര്യമില്ല, രേണുവിനോട് എൻക്വയറി ചെയ്യേണ്ട കാര്യമില്ല. അത് ശവന്തീനികളായ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞ ആളുകളോട് പോയി പറയാനാണ് രേണു ആവശ്യപ്പെടുന്നത്. ഇവിടെ ബിഗ് മിസ്റ്റേക്ക് ചെയ്തത് നമ്മൾ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും തന്നെയാണ്. കാരണം ഇവരായിട്ട് വന്ന് പറഞ്ഞൊരു രോഗമുണ്ട് എന്ന് ഇവരായിട്ട് പറയുന്നത് വരെ നമ്മൾ മിണ്ടാൻ പാടില്ലായിരുന്നു. ഇവിടെ പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം അവരിട്ട എല്ലാ പോസ്റ്റും അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ്, അവരുടെ സംസാരങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു രോഗാവസ്ഥയായിട്ട് കണക്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പൊ അവരുടെ പോസ്റ്റിന് ഐ ആം എ ഫൈറ്റർ, ഞാൻ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകണമെന്ന് മറ്റുള്ളവർ അറിയും എന്ന് പറഞ്ഞ ആ ഒരു സാധനം നമ്മൾ കണക്ട് ചെയ്തു. ഇവരിങ്ങനെ ഒരു അസുഖമുള്ള ഒരാളാണ്, അതുമായിട്ടാണ് അവർ ബന്ധപ്പെട്ട ഒരു സാധനം ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് അവർ ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഷെഫീനത്താന്റെ ചാനലിൽ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ പോസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. അപ്പൊ അതിന് ശേഷമാണ് അവർ പോസ്റ്റ് ഇട്ടത് എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഒരു അവസരം തെറ്റായ ക്യാപ്ഷൻസ് വഴി ആളുകളിലേക്ക് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുത്തിവെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുശേഷം ഇവർ വൈകുന്നേരം ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിനകത്തും ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടെങ്കിലും ഖമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. നേരെ മറിച്ച് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക. അതും എവിടെയും തൊട്ടും തൊടാതെയുള്ള ഒരു കാര്യമാണ്. നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ ഇല്ലാത്തൊരു രോഗം, ക്യാൻസർ, എയ്ഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് വലിയ ശിക്ഷയാണ്, വലിയ പ്രശ്നം തന്നെയാണ്. കേസൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന കാര്യം. കാരണം അവർക്ക് ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ, ക്രെഡിബിലിറ്റിനെ, അവരുടെ ആരോഗ്യത്തിനെ, സമൂഹത്തിന്റെ മുമ്പിലുള്ള അവരുടെ പ്രതിച്ഛായനെ എല്ലാം അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പല രീതിയിൽ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ
ഇപ്പം നമ്മൾ തന്നെ വല്ലാണ്ട് സെന്റിമെന്റ് ഇറക്കി പൈസ ഇല്ലെങ്കിൽ ആൾക്കാർ സഹായിക്കാൻ മനസ്സിലുള്ളവർ സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചില ആൾക്കാർ കുറ്റം അവർക്ക് അങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് നമ്മളെ, അതായത് ഈ വിവരം സത്യമാണ് എന്ന് പോലും അറിയാണ്ട്, സത്യമാണോ സത്യമല്ല എന്ന് അറിയാണ്ട് റിയാക്ട് ചെയ്ത ആൾക്കാരും അല്ലെങ്കിൽ സത്യമാണ് എന്ന് പ്രസ്താവിച്ച് റിയാക്ട് ചെയ്ത ആൾക്കാർ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നത് സാരം. അപ്പോൾ ഇതാണ് പുള്ളിക്കാരി തന്നെ കൊടുത്തിട്ടുള്ള കമന്റ്. പോരാത്തതിന് ഇന്നേ ദിവസം 8 മണിക്കൂർ മുമ്പ് പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ടു. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. അപ്പം എനിക്കൊരു രോഗമുണ്ട് എന്ന് സാധൂകരിക്കുന്ന രീതിയിൽ ഇവർ പോസ്റ്റിന്റെ താഴെ ക്യാപ്ഷൻസും പിന്നെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇന്നലെ ആ ലൈവ് വന്നതും ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ അത് ചർച്ച ചെയ്തതിനു ശേഷമാണ്. ഇൻസ്റ്റാഗ്രാമിൽ അവർ ഐ എം എ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടതും ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയ്ക്കകത്ത് ചർച്ച ചെയ്തതിന് ശേഷം ഐ എം എ ഫൈറ്റർ എന്ന് പറയുന്ന ആ ഒരു സാധനം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് അവിടെ കാണുന്നില്ല, അതവിടെ കാണാൻ സാധിക്കുന്നില്ല. ഐ എം എ ഫൈറ്റർ ഞാനായിട്ട് അറിയുന്നത്, അത് മറ്റുള്ളവരായിട്ട് അറിയുന്നത് വരെ ഞാനായിട്ട് പറയില്ല, അങ്ങനെ എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ഇപ്പോൾ അവിടെ കാണുന്നില്ല. പോരാത്തതിന് ഈ ഒരു സ്റ്റോറി ഇന്ന് ഇട്ടിട്ടുള്ളതും ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയായതിനു ശേഷമാണ്. അപ്പം തനിക്ക് ക്യാൻസറാണ്, താനൊരു രോഗിയാണെന്ന് ഒന്നെങ്കിൽ പറയാതെ പറയുന്നതായിരിക്കാം എന്ന് നമുക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷെ അവിടെ ഉറപ്പില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് ക്യാൻസറാണെന്ന് ഞാൻ പറഞ്ഞു, അത് റീച്ച് കിട്ടാൻ വേണ്ടി വേറെ ആൾക്കാർ പറഞ്ഞതാണ്. ആ ശവന്തീനികളോട് പോയി പറയാന്നുള്ള അവരുടെ മറുപടിയിലുണ്ട് അവർ ഓക്കെ ആണ് എന്നുള്ളത്. ഒത്തിരി പേര് അവരുടെ റിയാക്ഷൻ ചാനലിനകത്ത് പറയുന്നത് കേട്ടു, ഇങ്ങനൊരു രോഗമുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരിപ്പോൾ സ്ഥലകാല സ്ഥിരബോധമില്ലാതെ പെരുമാറുന്നത്, പണ്ടത്തെ രേണുവിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നത് എന്നുള്ളത്. ഒരു രോഗാവസ്ഥ മുമ്പിൽ വെച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യേണ്ട കാര്യം? എന്തുകൊണ്ട് അവർക്ക് ഈ ഒരു രോഗാവസ്ഥ എന്തുകൊണ്ടും നാട്ടുകാർക്ക് അറിയില്ല? അത് മറച്ചു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പൊക്കൂടാ. അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. അവരുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ആംഗ്യത്തിൽ, പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ചേഷ്ടകളിൽ, തെറിവിളികളിൽ, അതിലെല്ലാത്തിലും ഒരു മാറ്റങ്ങൾ കണ്ടുകൂടാ. എന്തുകൊണ്ട് ഒരു രോഗാവസ്ഥയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ വീട്ടുകാരായിട്ട് വീണ്ടും ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറിക്കൂടാ. ഇനി ഇവിടെ ഇന്നലത്തെ ലൈവിനകത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ നിങ്ങൾ ആദ്യം കാണിക്കാം. അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യം പറയാം. അമ്മച്ചിയെ വിളിക്കുന്ന പേര് വീണ്ടും നീ ഇവിടെ വിളിക്കും. മകനെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാൻ ഓക്കെ. വീണ ചേച്ചി ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാറില്ല, ഞാൻ നല്ല തിരക്കാണ് ചേച്ചി. എനിക്ക് ഷൂട്ടും കാര്യങ്ങളും, ഇപ്പൊ നാളെ ഷൂട്ടിന് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഡേറ്റ് ഇല്ല, ഷൂട്ടിന് വേണ്ടി ഞാൻ ഓട്ടമാണ്. എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നോക്കട്ടെ. നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ നടന്നു പോകും, കുറെ കൊടിച്ചി പട്ടികൾക്ക് ഒന്നും ആകാൻ കഴിയാത്ത കുറെ കൊടിച്ചി പട്ടികൾ. പക്ഷെ എന്റെ റീച്ച് ഭയങ്കര കേട്ടോ, എന്റെ ഒരു പേര് വെച്ച ഭയങ്കര റീച്ചാണെന്നേ. അതുകൊണ്ടാണ് ഈ കൊടിച്ചി പട്ടികൾ നിന്ന് കുരയ്ക്കുന്നത്. നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. നമ്മളും ആ കൊടിച്ചി പട്ടി തെണ്ടി നാറി പേപ്പട്ടികൾ തമ്മിൽ എന്താണ് വ്യത്യാസം? നെവർമെന്റ്. ഇപ്പൊ ഇതിനകത്ത് വന്നിരുന്ന കമന്റ് ഇടുന്ന കുറെ കൊടിച്ചിപ്പട്ടികളുണ്ട്. ആ കൊടിച്ചിപ്പട്ടികൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല. കൊടിച്ചിപ്പട്ടികൾ കുറച്ച് നമ്മൾ മൈൻഡ് പോലും ചെയ്തില്ല. കുറച്ചു നേരമൊക്കെ കല്ലെടുത്തെറിയും. കൊടിച്ചിപ്പട്ടികൾ പേപ്പട്ടികൾ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും. നമ്മൾ നെവർ മൈൻഡ്. ഇനി അതാണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അത് വലിയ സെലിബ്രേറ്റ് ഇല്ല. നമ്മൾ എന്തിനാണ് ഈ ചെട്ടകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അതാണ് സാൻവിയ മോംസ്, ഹായ് ചേച്ചി, ഐ ലവ് യു ടു ഡിയർ, ലവ് യു, ടേക്ക് കെയർ. രേഷ്മ എന്താ വിശേഷം ഒന്നുമില്ല ഡിയർ, സുഖമായിട്ടിരിക്കുന്നു. അഖില നെഗറ്റീവ് മാത്രം റിപ്ലൈ കൊടുക്കത്തില്ല, ഞങ്ങളും ഉണ്ട് ഒരു ഹായ് പറയാം. സോറി കേട്ടോ, ഇനി നെഗറ്റീവ് പറയുന്ന കൊടിച്ചി പട്ടി തെണ്ടി പട്ടികൾ ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കും. ആ പേപ്പട്ടികളുടെ മുന്നിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പേപ്പട്ടികൾക്ക് ഇതിലും അന്തസ്സുണ്ട്, അതുകൊണ്ട് ഞാൻ അവരെ കമന്റുകൾ വായിക്കാറില്ല. പാട് കമന്റുകൾ ഒഴിവാക്കി തെണ്ടികളെ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എപ്പോഴും ഓർക്കുക. സുഖമായിട്ടിരിക്കുന്നു, ഇതുവരെ സുഖമാണ്. സിനിമയിലോട്ട് ഓഫർ വരുന്നാൽ നമ്മൾ ചെയ്യും. ചേച്ചി സുഖമാണോ? ചേച്ചി കല്യാണമുണ്ടോ? ഇതുവരെ ഒരു തീരുമാനമായിട്ടുള്ള കുട്ടാ. കല്യാണം അറിയില്ല, കല്യാണം കഴിക്കില്ലെന്നൊന്നും അറിയില്ല. ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ല. നമുക്ക് നല്ല ഒരു ആലോചന വന്നാൽ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇത്ര നേരം നിങ്ങളോട് ലൈവിന് വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പൊട്ടിത്തെറിച്ചെങ്കിലും എനിക്ക് നിങ്ങളെല്ലാം ഇഷ്ടമാണ്. നെഗറ്റീവ് പറയുന്ന തെണ്ടുകളോടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സോ ഐ ലവ് യു ടു അമ്മ. എല്ലാവർക്കും ടാറ്റ. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉടനീളം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നതൊക്കെയാണ്. ഇത് ഞാൻ വേറൊരാളുടെ നിന്ന് എടുത്താണ്. ഞാൻ ആ ലൈവുള്ള സമയത്ത് 13 മിനിറ്റ് നേരം ആ ലൈവിനകത്ത് ഞാനുണ്ടായിരുന്നു. ആ ലൈവിൽ ഇങ്ങനെ ഈ തെറി പറയുന്നൊന്നും നമ്മളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയും. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടിച്ചിപ്പട്ടികൾ എന്ന് അഭിസംബോധന ചെയ്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കമന്റ് ഇട്ടൊരുത്തനുണ്ടായിരുന്നു. അവർക്കാണ് അവർ കൂടുതലും മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൽ ഇവർ ക്യാൻസറിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയുന്നില്ല. നേരെ മറിച്ച് നിങ്ങളൊക്കെ എന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതൊരു പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇത് കിടന്ന് കറങ്ങുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരു രോഗമില്ല. എന്നിരുന്നാലും ഇപ്പം ഇങ്ങനെയൊക്കെ അതിനാസ്പദമായി എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സെന്റിമെന്റൽ ട്രാക്കിലേക്ക് കയറും, നെഗറ്റീവ് പോസിറ്റീവ് ആവും എന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കാം. നമുക്ക് അങ്ങനെ രണ്ടു വശവും ചിന്തിക്കട്ടോ. ഇനി വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൊല്ലമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്ന കാര്യമാണ്,
കൊല്ലുമായിട്ട് ഒരു ബന്ധമില്ല. സുധിച്ചേട്ടനായിരുന്നു ആകെയുള്ള ബന്ധം. ആ ബന്ധം സുധി മരിച്ചതോടുകൂടി കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു കൊല്ലംകാരുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ളത് അവർ തുറന്നടിച്ച് അവരുടെ ലൈവിനകത്ത് പറഞ്ഞു. അപ്പോൾ ആ ഒരു പറഞ്ഞ സാധനം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വോയിസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ 13 മിനിറ്റ് നേരത്തെ സാധനം വെറുതെ ഇങ്ങനെ ആംഗ്യം കാണിക്കുക എന്നല്ലാണ്ട് അതിൽ സൗണ്ട് ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ വെക്കുന്നില്ല. അപ്പോൾ അതിനകത്തുള്ള എൻ്റെ ക്വസ്റ്റ്യൻ, സുധി മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊല്ലംകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം അവർ ഉപേക്ഷിക്കുന്നത്? ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന സമയത്ത് ആ ഭർത്താവിൽ ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജീവനോട് ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഉള്ളിടത്തോളം കാലം ആ കുഞ്ഞിൻ്റെ അച്ഛമ്മ അല്ലെങ്കിൽ അച്ഛൻ, വല്യച്ഛൻ, വല്യമ്മ, കസിൻസ്, അങ്ങനെയുള്ള ആ ഒരു ബന്ധം അത് ആ കൊല്ലംകാരുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കിച്ചുമായിട്ടുള്ള ഒരു ബന്ധം. ഇവരുടെ മൂത്ത മകനാണെന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവൻ്റെ അമ്മയാണ്, സുധിയുടെ ഭാര്യയാണ്, അവൻ്റെ അനിയനാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു ബന്ധം അവിടെ നിലയ്ക്കുന്നില്ല. പക്ഷെ ഇവർ അവരുടെ ഇതിൽ വന്ന് പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, കൊല്ലംകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു, സുധി മരിച്ചതോടുകൂടി തീർന്നു. അങ്ങനെ തീരുന്നില്ല. അവിടെ അവരെന്ത് ചെയ്യാണ്, അവിടെ ഒരു കുത്തും മനയും കുളിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. ഇനി ഇപ്പം നടക്കുന്ന ലേറ്റസ്റ്റ് കോൺട്രവേഴ്സി, ഈ ഒരു സാധനം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വിട്ട വിഷയത്തിലോട്ടൊന്ന് വരാം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെഫീനത്തെയാണ് ഈ സാധനങ്ങൾ റിപ്പോർട്ട് ചോദിച്ചു എന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയോ, അവിടെ ഈ ഷെഫീനത്താൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. കാരണം ഒരാൾ വന്നിട്ട് മൂന്നാമതൊരാൾ, രേണു അല്ല, രേണു രോഗി, നേഴ്സ്, സിസ്റ്റർ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നേഴ്സിന്റെ സിസ്റ്റർ കേട്ടോ. അപ്പോൾ ഈ 4ാമത്തെ വ്യക്തിയാണ് ഷെഫീനത്ത. ഈ പുള്ളിക്കാരി ഈ 3ാമത്തെ വ്യക്തിനോട് ഈ രോഗാവസ്ഥ അറിഞ്ഞ സമയത്ത് അത് ശരിയാണോ, എനിക്ക് സംശയമുണ്ട്, റിപ്പോർട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നിയമപരമായിട്ട് തെറ്റില്ല. കാരണം അത് അവരുടെ വിശ്വസനീയത കണക്കെടുത്തിട്ടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. പക്ഷേ ഈ ഒരു രോഗി ആയിട്ട് വന്ന രേണു അവിടെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ ടെസ്റ്റിനോ പോയിട്ട് ഇങ്ങനെ ഒരു അസുഖം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2ാമത്തെ വ്യക്തി, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ്, ആ ഒരു സാധനം 3ാമത്തെ വ്യക്തിയായി അവരുടെ അനിയത്തിനോട് ഷെയർ ചെയ്തത് കുറ്റകൃത്യമാണ്, തെറ്റാണ്. മനസ്സിലായി? അത് ആ ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യും. പോരാത്തതിന് ഒരു രോഗിയുടെ സ്വകാര്യത ചോർത്തിയത് കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കേസെടുക്കാൻ പറ്റും. കാരണം ഒരു രോഗിയുടെ രോഗാവസ്ഥ കാര്യങ്ങൾ, അവരുടെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ആസ് എ നേഴ്സ് അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ അനിയത്തി മുഖാന്തരം സോഷ്യൽ മീഡിയക്കകത്തോട്ട് കൊണ്ടുവന്നിടാൻ പാടില്ലാത്ത വലിയൊരു തെറ്റ് തന്നെയാണ്. എങ്ങനെ ന്യായീകരിച്ച് കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളതങ്ങനെ ഒരു സാധനം അറിയുകയാണെന്നുണ്ടെങ്കിൽ, നോർമലി നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രി വർക്ക് ചെയ്യുന്ന നേഴ്സോ കമ്പൗണ്ടറോ വേറെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അടി അവർക്ക് അങ്ങനെ ഉണ്ടടി, അവർക്ക് ഇങ്ങനെ ഉണ്ടടി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു നേഴ്സ് ഡയറക്റ്റ് സ്വന്തം അനിയത്തിനോട് പറയുക, അനിയത്തി അത് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൈമാറുക എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അതവിടെ രോഗി, അവിടെ ചികിത്സയ്ക്ക് പോയ രോഗീൻ്റെ സ്വകാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പം ബാക്കി രോഗികൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ സ്വകാര്യതകളെയും ചോദ്യം ചെയ്താണ്. ആ ആശുപത്രിൻ്റെ തന്നെ മുഖച്ഛായയ്ക്കും പ്രതിച്ഛായയ്ക്കും വിപരീതമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അപ്പോൾ ഈ രേണുവിന് ഇല്ല എന്ന് ഈ രേണു തന്നെ പറയുന്നുണ്ട്. അവരുടെ കമന്റ്സ് വഴി, അവരുടെ റിയാക്ഷൻസ് വഴി ഈ രേണു പറയുന്നു ഇല്ല എന്ന്. ഒരു വശത്ത് കിട്ടിയ അവസരം മുതലെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വരെ ഇല്ലാത്ത മെനയാന്ന് വരെ ഇല്ലാത്ത ചില സാധനങ്ങളും, പിന്നെ എന്താ ദൈവപരമായ സ്റ്റാറ്റസ്, അല്ലാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്നലെ ഈ ഒരു സാധനം യൂട്യൂബിനകത്ത് ചർച്ചയായതിനു ശേഷം ഇവരായിട്ട് തന്നെ ഒരു സെന്റിമെന്റൽ ട്രാക്ക് പിടിച്ചിട്ട് യൂട്യൂബിനകത്തോട്ട് അയച്ചുവിടുന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് കിട്ടുകയോ ഡോക്ടർ നേരിട്ട് വന്ന് പറയുകയോ രേണു നേരിട്ട് വന്ന് പറയുകയോ ചെയ്യാത്ത പക്ഷം അവർക്ക് ക്യാൻസർ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി ഭയാനകമായ, അതായത് പെട്ടെന്ന് മരിക്കുമെന്ന് കൺഫർമേഷനുള്ള ഒരു സാധനമൊന്നുമില്ല. എന്നാലും ക്യാൻസർ തന്നെയാണ്, അത് പെയിൻഫുൾ ആണ്, അതൊക്കെ ശരി തന്നെയാണ്. ഇത് ക്യൂറബിൾ ആണ് എന്നുള്ളത് കുറേ ആൾക്കാർ പറയുന്നത് കണ്ടു. പിന്നെ ഞാനായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം നിങ്ങൾ തന്നെ പറ. രേണുവിൻ്റെ സുഹൃത്ത് പറയുന്നു അവർക്ക് ക്യാൻസർ ഇല്ല, സത്യമല്ലടോ. രേണു പറയുന്നു റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ ശവന്തീനികളോട് പോയി ചോദിക്കുക, അവരോട് പോയി പറ, ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു എന്ന് രേണു തന്നെ നേരിട്ട് വന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലായ കാര്യം എന്താണെങ്കിലും ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. മനസ്സിലായോ? അപ്പോൾ മറ്റൊരു വീഡിയോയുടെ കാണുന്നവരെ ബൈ ബൈ.